ഓരോ വർഷം മുമ്പ് നടന്നൊരു സംഭവമൊക്കെ കാണിച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നത്. അങ്ങനെയിരിക്കെ ഹാനൂളിനും മിൻഹ്വാനും രണ്ട് ഫ്രണ്ട്സിനും എതിരായിട്ട് ഒരു ഡിസിപ്ലിനറി കമ്മിറ്റിക്ക് ടീച്ചർ ഓയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഹാനൂളിനെതിരായിട്ട് ഇതുപോലെ ഡിസിപ്ലിനറി കമ്മിറ്റിയെ വിളിച്ച കാര്യമൊക്കെ അവന്റെ അച്ഛനും അറിഞ്ഞിട്ടുണ്ട്. ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ ഗ്രാജുവേറ്റ് ആക്കുവാനായിട്ട് ഇത്രയ്ക്ക് പാടാണോ എന്നൊക്കെ അച്ഛൻ അവനോട് ചോദിക്കുമ്പോഴത്തേക്കും ഈ ഒരു പ്രശ്നം എല്ലാം തന്നെ അവൻ തന്നെ ശരിയാക്കിക്കോളാം എന്നാണ് പറയുന്നത്. ഒരാളും മോശമായിട്ട് ജനിക്കുന്നില്ല എന്ന കാര്യം എനിക്ക് നന്നായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ നിനക്കും മാറുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ ടീച്ചറോയും ഒരിക്കൽ ഹാനൂളിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരെയും മാറ്റുവാനായിട്ട് ശ്രമിക്കരുതെന്നായിരുന്നു ഹാനൂള് അന്ന് ടീച്ചറോയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഉപദേശം. ടീച്ചറോ നല്ലൊരു ടീച്ചർ ആകുവാനായിട്ടൊക്കെ ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി അവൾ എന്നെ ഉപയോഗിക്കുകയാണെന്നൊക്കെ ആയിരുന്നു ഹാനൂൾ വിചാരിച്ചിരുന്നതും. അങ്ങനെ ഇരിക്കെയാണ് ഹാനൂളും ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്ന ഒരാള് ടീച്ചറോയ്ക്കിട്ടൊക്കെ കുത്തുന്നത്. അന്ന് ടീച്ചറോടൊപ്പം ടീച്ചറോടെ മകനൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു മകനാണ് യോബ്. സോ ടീച്ചറോയ്ക്കിട്ട് ഒരു കുത്തൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്കും യോബിനിട്ട് കൂടി അയാൾ കുത്തുന്നു. പിന്നീട് ടീച്ചറോ അവനെ രക്ഷിക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുകയായിരുന്നു. എങ്കിൽ പോലും അയാൾ ടീച്ചറോയ്ക്കിട്ട് കൂടുതലായിട്ടൊക്കെ കുത്തി കൊല്ലുകയാണ്. അന്ന് ടീച്ചറോനെ കൊന്നിട്ടുണ്ടായിരുന്നത് ഹാനൂൾ പറഞ്ഞിട്ടായിരുന്നെങ്കിലും ആ ഒരു കാര്യങ്ങളൊന്നും തന്നെ പറയാതെ താനാണ് കൊന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുട്ടി പോലീസിന്റെ അടുത്തൊക്കെ കുറ്റം ഏറ്റു പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ടീച്ചറോ മരിച്ചു പോയത് കൊണ്ട് തന്നെ ആ ഒരു ഡിസിപ്ലിനറി കമ്മിറ്റിയും ഇല്ലാതായി. സ്കൂളിലെ കുട്ടികൾക്ക് ഹാനൂളിന്റെ അടുത്ത് കൂടുതൽ പേടിയൊക്കെ തോന്നി തുടങ്ങി. അങ്ങനെ ഇരിക്കെ ആയിരുന്നു അവനും ആ ഒരു ആപ്ലിക്കേഷനൊക്കെ എല്ലാവരെയും കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ആപ്ലിക്കേഷനിലൊക്കെ ഏറ്റവും കൂടുതൽ സ്കോറൊക്കെ കിട്ടുന്ന കുട്ടികൾക്ക് യോൻബെക് ഫാമിലിയിലെ അംഗമാകുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ മിൻഹോൻ പറയുമ്പോഴത്തേക്കും ആ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടുവാനായിട്ട് കുട്ടികളും തമ്മിൽ തല്ലുവാനായിട്ട് പോലും തുടങ്ങി. അങ്ങനെയായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. ഇപ്പോൾ ഹാനൂളിനെതിരായിട്ട് വീണ്ടും ഡിസിപ്ലിനറി കമ്മിറ്റി ഒക്കെ വിളിച്ചിരിക്കുകയാണ്. ജീവവും നീ മര്യാദയ്ക്കൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് തന്നെ കൊള്ളാമെന്നൊക്കെ അവനോടും പറയുന്നു. അങ്ങനെ ആ ഒരു സീനൊക്കെ കട്ടായതിനു ശേഷം ഇപ്പോൾ കുട്ടികൾ പഠിക്കുവാനായിട്ട് ഇരിക്കുകയാണ്. മാത്രമല്ല സാധാരണഗതിക്ക് റാങ്കിങ് ആപ്പില് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരേണ്ട സമയമായിട്ടുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും റാങ്കിങ് ആപ്പിൽ ഒരു മാറ്റവും വരാത്തത് കൊണ്ട് തന്നെ കുട്ടികളുടെ പുതിയ സ്കോർ ഒന്നും തന്നെ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ കുട്ടികളൊക്കെ പഠിക്കുവാനായിട്ട് തുടങ്ങിയെന്നാണ് തോന്നുന്നതെന്നൊക്കെ ജൂൺ പറയുമ്പോഴത്തേക്കും ക്ലാസ്സിലിരുന്ന് കുട്ടികളൊക്കെ പഠിക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് സെഹ്യൂണും ഒരുപാട് അഭിമാനിക്കുന്നു. മാത്രമല്ല ലിയും കാമനും കൂടി ചേർന്നിട്ടായിരുന്നു ഇതുപോലെ കുട്ടികളെ മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവനും പറയുന്നുണ്ട്. യോബും ഇപ്പോൾ ലീനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുന്നു. അങ്ങനെയിരിക്കെ എന്നെ കാണുമ്പോൾ നീ മരിച്ചുപോയ നിന്റെ അമ്മേനെ കുറിച്ചാണ് ഓർക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ഒരിക്കൽ പോലും നിന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ മരിച്ചതിന് ശേഷം ഞാൻ നിന്നെക്കുറിച്ചായിരുന്നു ഓർക്കേണ്ടിയിരുന്നത്. നിന്നെ സംരക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലീയും അവന്റെ അടുത്ത് ക്ഷമയൊക്കെ ചോദിക്കുന്നു. എന്റെ അമ്മ ഇതിനു മുമ്പ് ഡിസിപ്ലിനറി കമ്മിറ്റി ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹനോളുടെ ആൾക്കാർ എന്റെ അമ്മേനെ ഇല്ലാതാക്കിയത്. എന്റെ അമ്മ ചെയ്ത അതേ തെറ്റ് ലീ ആവർത്തിക്കുവാനായിട്ട് പാടില്ല. ലീ ആ ഡിസിപ്ലിനറി കമ്മിറ്റിക്ക് ഇല്ലാതാക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവനും ആപത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യോബു അവളെ പിന്തിരിപ്പിക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുകയാണ്. ലീ ഹാനൂളിനെ തന്നെ ടാർഗറ്റ് ചെയ്യുകയാണ്. അവളും അവനെതിരായിട്ടുള്ള ഒരുപാട് തെളിവുകളൊക്കെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. എനിക്കും ഇനി ഒന്നും തന്നെ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈസ് പ്രിൻസിപ്പളും ഹാനൂളിന്റെ അച്ഛന്റെ അടുത്തേക്ക് ക്ഷമ ചോദിക്കുന്നു. നേരത്തെ ആ ഡിസിപ്ലിനറി കമ്മിറ്റിയൊക്കെ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആളെയും വൈസ് പ്രിൻസിപ്പൽ കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഹാനൂളിനെതിരായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള തെളിവുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്റെ ഡ്യൂട്ടിയാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അയാൾ നിന്നിട്ടുണ്ടായിരുന്നത്. അയാളും ഓരോ രീതിക്കും ഡിസിപ്ലിനറി കമ്മിറ്റി ഇല്ലാതാക്കുവാനായിട്ട് സമ്മതിക്കുന്നേയില്ല. കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഉടനെ തന്നെ ഹാനൂളിനെ സ്കൂളിൽ നിന്നും പറഞ്ഞയക്കുന്നതായിരിക്കുമെന്നൊക്കെ വൈസ് പ്രിൻസിപ്പൽ പറയുമ്പോഴത്തേക്കും അവിടേക്ക് ഹാനൂൾ കൂടി എത്തുകയാണ്. മാത്രമല്ല ഹാനൂൾ വൈസ് പ്രിൻസിപ്പളിനെ അവിടെ നിന്ന് ഇറക്കിയൊക്കെ വിടുന്നു. നീ ഒരു കാര്യം ചെയ്യ്, വിദേശത്തേക്ക് വല്ലതും പോയിക്കോ എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ടെങ്കിൽ പോലും ഇക്കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹാനൂളും ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു വാർത്തയൊക്കെ കാണിക്കുന്നത്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ സുൺചുളിനെ രക്ഷിക്കുവാനായിട്ടൊക്കെ കുട്ടികൾ പോയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വാർത്തയിലുള്ളത്. പക്ഷെ അതിൽ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ്. ബിസിനസ് ഒക്കെ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ കുറേയധികം കുട്ടികൾ വേഷമൊക്കെ മാറി വന്നതിന് ശേഷം അവിടുത്തെ സാധനങ്ങളൊക്കെ നശിപ്പിക്കുകയും അവിടുത്തെ ആൾക്കാരായിട്ട് ഫൈറ്റ് ഒക്കെ ചെയ്യുകയും അവിടുത്തെ കുറേയധികം സാധനങ്ങളൊക്കെ അവിടെ നിന്നും കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് വാർത്ത പുറത്തു വരുന്നത്. ഈ ഒരു വാർത്ത വളരെയധികം വൈറലാവുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ കുറച്ച് യൂട്യൂബേഴ്സ് ഇവരുടെ സ്കൂളിലൊക്കെ വന്നതിന് ശേഷം ലൈവായിട്ടൊക്കെ വീഡിയോ എടുക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ നേരത്തെ നമ്മൾ വീഡിയോയിൽ കണ്ട ആ ഒരു കുട്ടികളെയൊക്കെ തന്നെ നമുക്ക് പരിചയപ്പെടാമെന്നൊക്കെയാണ് അവർ പറയുന്നതും. അവരിങ്ങനെ ജീവന്റെ ഹീവോന്റെ അടുത്തൊക്കെ വന്നതിന് ശേഷം ഇവർ സ്റ്റഡി ഗ്രൂപ്പിലെ അംഗങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഫോളോ ചെയ്ത് വീഡിയോസ് ഒക്കെ എടുക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഈ സ്കൂളിലല്ലേ ഏതോ ഒരു ഗുണ്ട ഗ്യാങ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞത്. ആ കുട്ടികളൊക്കെ എവിടെയാണെന്നൊക്കെ സെഹ്യോന്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിക്കുന്നു. പക്ഷെ അപ്പോഴായിരുന്നു
ജൂണിനെയും അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. ജൂണിന്റെ ഹെയർ ഒക്കെ റെഡ് കളറിലാണല്ലോ ഉള്ളത്. അങ്ങനെ ഇരിക്കെ ഈ ഒരു കളർ ഹെയർ ഒക്കെ ഉള്ള കുട്ടീനെ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ജൂണിന്റെ കൂടി പുറകെയൊക്കെ കൂടുന്നു. ഈ ഒരു യൂട്യൂബേഴ്സിന്റെ ഒക്കെ അടുത്ത് നിന്നും കുട്ടികളും ഓടി രക്ഷപ്പെട്ട് സ്കൂളിനകത്തേക്കൊക്കെ പോകുന്നുണ്ട്. സ്റ്റഡി ഗ്രൂപ്പിലെ കുട്ടികളൊക്കെ ഒരിടത്ത് കയറി അടികൂടിയതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ വൈറലാണ്. അങ്ങനെ ഇരിക്കെ ഞാനായിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പറയേണ്ടതില്ലല്ലോ. എത്രയും വേഗം ഗാമിനെതിരായിട്ട് ഡിസിപ്ലിനറി കമ്മിറ്റി മീറ്റിംഗ് ഒക്കെ വെക്കണം. എന്നിട്ട് അവനെയും ടീമിനെയും സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈസ് പ്രിൻസിപ്പളും ഇരിക്കുന്നു. എന്തായാലും സ്റ്റഡി ഗ്രൂപ്പ് ഒക്കെ പിരിച്ചുവിട്ടിട്ട് നിനക്ക് സ്റ്റഡി ഗ്രൂപ്പ് ഒന്നും തന്നെ നന്നായിട്ട് നോക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ നിന്റെ റെസിഗ്നേഷൻ കൂടി എനിക്ക് ആവശ്യമായിട്ടുണ്ട് എന്നൊക്കെയാണ് ആൾ പറയുന്നത്. കുട്ടികളും ലീഡടുത്ത് ക്ഷമയൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങളും സുണിച്ചോളിനെ രക്ഷിക്കുവാനായിട്ടൊക്കെയല്ലേ പോയത്. ഞാനും നിങ്ങൾക്കെതിരായിട്ട് ഇപ്പോൾ ഫേക്കായിട്ട് കൊടുത്തിട്ടുള്ള ന്യൂസ് എല്ലാം തന്നെ തെറ്റാണെന്നൊക്കെ തെളിയിക്കുന്നതായിരിക്കും. നിങ്ങൾ എന്നെ വിശ്വസിക്കണം. കുറച്ചു നേരത്തേക്ക് നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ നിങ്ങളായിട്ട് കൂടുതൽ പ്രശ്നമൊന്നും ഇനി ഉണ്ടാക്കുവാനായിട്ട് പോകരുത്. വേറെ ആർക്കും നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുവാനായിട്ടുള്ള ഒരു അവസരവും നിങ്ങൾ കൊടുക്കരുതെന്നൊക്കെ ലേയും കുട്ടികളോട് പറയുന്നു. ഗാമിനും കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കുകയില്ല എന്നൊക്കെ ലേക്കും വാക്ക് നൽകുകയാണ്. അവരും ലീനെ കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ട് നടന്നു വരുന്ന സമയത്താണ് റാങ്കിങ് ആപ്പിൽ വന്ന പുതിയൊരു അപ്ഡേഷനൊക്കെ അവരും ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഇരിക്കായിരുന്നു ക്ലാസ്സിനകത്തൊക്കെ ഉണ്ടായിരുന്ന കുട്ടികൾ എല്ലാവരും തന്നെ ഇപ്പോൾ വെളിയിലേക്കൊക്കെ വന്ന് തല്ലുകൂടുന്ന കാഴ്ച അവരും കണ്ടിട്ടുണ്ടായിരുന്നത്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ റാങ്കിങ് ആപ്പില് ഓരോരുത്തർക്കും ഓരോ റാങ്ക് ഒക്കെ ഉണ്ടാകുമല്ലോ. പക്ഷെ അവർക്ക് 1 മണിക്കൂറൊക്കെ സമയം തന്നിരിക്കുകയാണ്. ഈ ഒരു സമയത്തിനുള്ളിൽ ഏതെങ്കിലും കുട്ടികൾക്ക് റാങ്ക് ഒരെണ്ണമെങ്കിലും കൂടുകയാണെങ്കിൽ ആ ഒരു കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ 1 മില്യൺ ഒക്കെ സമ്മാനമായിട്ട് കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആ 1 മില്യൺ കിട്ടുവാനായിട്ടാണ് ഈ കുട്ടികൾ എല്ലാവരും ചേർന്ന് അടികൂടുന്നത്. ഹാനുളും മിൻഹോനും ഇപ്പോൾ കുട്ടികൾ അടികൂടുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ട് മൊത്തത്തിൽ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു. സേഹുന്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു കുട്ടിക്ക് അവരുടെ നേർക്ക് മിൽക്കൊക്കെ ഒഴിക്കുകയാണ്. സേഹുന് ശരിക്കും ഒരു തോൽവിയാണ്. നീയാണ് അവനെ ആദ്യം ഇടിക്കുകയൊക്കെ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവൻ നിന്റെ മുമ്പിൽ തോറ്റു തരും. അതുകൊണ്ട് തന്നെ നിനക്കും റാങ്കിങ് ആപ്പിൽ മുന്നോട്ടൊക്കെ കയറുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ ഒരു ഫ്രണ്ടും അവന്റെ അടുത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. നേരത്തെ ഈ ഒരു കുട്ടിയൊക്കെ പഠിക്കുന്നത് കണ്ടിട്ട് സേഹുൻ ഒരുപാട് സന്തോഷിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു കുട്ടി തന്നെ തല്ലുവാനായിട്ടൊക്കെ വരുന്നത് കാണുമ്പോഴത്തേക്കും അവനും മൊത്തത്തിൽ നിരാശപ്പെട്ടു പോകുന്നു. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അതിന് മാറ്റങ്ങളൊന്നും തന്നെ വരുത്തുവാനായിട്ട് സാധിച്ചില്ലെങ്കിലോ, നമ്മളിപ്പോൾ പഠിച്ച് കോളേജിലൊക്കെ എത്തിയെന്ന് വെച്ചോ, എന്നാൽ പോലും സൊസൈറ്റി ഈ ഒരു സ്കൂളിലെ പോലെ ആണെങ്കിൽ എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും. നല്ല രീതിക്ക് ഒരു സ്വപ്നം കാണുന്നത് പോലും ഇപ്പോൾ പ്രയാസമായി മാറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെഹുണൊക്കെ വിഷമിച്ചൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഗാമിനും അവനെ സമാധാനിപ്പിക്കാനായിട്ടൊക്കെ ശ്രമിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും സെഹുണ അച്ഛന്റെ അടുത്ത് നിന്ന് ഒരു കോളൊക്കെ വന്നിട്ട് അവനും അവിടെ നിന്നും ഇറങ്ങി ഓടുന്നു. പക്ഷെ ഗാമിന് മറ്റൊരു കോളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റഡി ഗ്രൂപ്പ് ഒക്കെ നടത്തുന്ന ആ ഒരു റൂമിലേക്കും അവൻ ഓടിച്ചെല്ലുന്നു. അവരുടെ ടീമിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഹാനുളും മിൻഹ്വാനും ഉണ്ട്. അങ്ങനെ ഇരിക്കെ നിങ്ങൾ പുറത്തൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഫേക്ക് ന്യൂസ് അല്ലേ? അധികം വൈകാതെ തന്നെ റിയൽ ന്യൂസ് എന്താണെന്ന് എല്ലാവരും തന്നെ മനസ്സിലാക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗാമൻ നിൽക്കുമ്പോഴത്തേക്കും അത് ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് ആണെങ്കിൽ പോലും ആൾക്കാര് റിയൽ ആയിട്ടുള്ള ന്യൂസ് എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാറില്ല. ആദ്യം വരുന്ന ന്യൂസൊക്കെ അങ്ങ് കേൾക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. അങ്ങനെ ഇരിക്കെ നിങ്ങളും ഈ ഒരു സ്കൂളിലെ ഗുണ്ടകളുടെ ഗ്യാങ് ആയിട്ടൊക്കെ അറിയപ്പെടുന്നതായിരിക്കും. ഈ സ്കൂള് നിങ്ങൾ എത്രത്തോളം വിചാരിച്ചാലും മാറ്റുവാനായിട്ട് കഴിയുകയില്ല. എന്റെ കയ്യിൽ പണവും സ്വാധീനവും എല്ലാം തന്നെയുണ്ട്. എനിക്കത് കുട്ടികൾക്ക് നൽകുവാനായിട്ട് സാധിക്കും. പക്ഷെ കുട്ടികൾ നിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിനക്കെന്താണ് അവർക്ക് നൽകുവാനായിട്ട് സാധിക്കുക? കുറെ സ്വപ്നവും പ്രതീക്ഷയും മാത്രമല്ലേ? അതൊക്കെ ഇന്നത്തെ കാലത്ത് ആർക്കാണ് വേണ്ടത്? അതുകൊണ്ട് ആർക്കാണ് ജീവിക്കാനായിട്ട് സാധിക്കുക? ഇനിയെങ്കിലും യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഹാനുളും അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ഇരിക്കെ അവരുടെ ആ ഒരു റൂമിലേക്ക് കുറേയധികം ആൾക്കാരൊക്കെ കയറി വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന സകല സാധനങ്ങളും നശിപ്പിക്കുകയാണ്. ഇത്രയും നാളും സ്റ്റഡി ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു റൂമൊക്കെ ആയിരുന്നു ഇത്. എങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഈ റൂം നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ അവരോടും പറയുന്നു. ആൾക്കാർ വന്നിട്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ നശിപ്പിക്കുന്നത് കാണുമ്പോഴത്തേക്കും ഗാമനും റിയാക്ട് ചെയ്താൽ കൊള്ളാമെന്നൊക്കെ തോന്നുകയാണ്. പക്ഷെ ലീക്ക് നീ വാക്ക് കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ നീയും ഒന്നും ചെയ്യുവാനായിട്ട് പാടില്ല എന്നൊക്കെ ഹീബോണും ഗാമനും ഓർമ്മിപ്പിക്കുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.